കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഉപയോഗിച്ച് വരുന്നത് ഒരു പ്രത്യേക തരം ചീരയാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ പേരാണ് പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഇത് മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഇത് വളരെ നല്ലൊരു ഔഷധ സസ്യമാണ് കേട്ടോ. ഈ ചീര ഇത് ദിവസം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ദിവസം നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചീര വെച്ച് കഴിക്കാൻ നോക്കണം കേട്ടോ. ഈ ചീര എന്നല്ല, പച്ചക്കറി പ്രത്യേകിച്ച് ഇലക്കറിയും പച്ചക്കറിയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം. ഇപ്പോഴൊക്കെ നമ്മളെന്നും ചിക്കനും ബീഫൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു പോകും. ഇത് സംഭവം നല്ല, പിന്നെ ഇത് നല്ല മൂത്ത തണ്ട് നമുക്ക് തോരൻ വെക്കാൻ തണ്ട് എടുക്കരുത് കേട്ടോ. ഒരു ഇതില്ല, കുത്തണ പോലെയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ ഇല ഇങ്ങനെ ഇതുപോലെ പറിച്ചെടുത്തിട്ട് അങ്ങനെ തോരൻ വെക്കാൻ നോക്കുക. ഇനി ഇളയതാകുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തണ്ടൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി കുറച്ച് മൂത്തു, അപ്പം ഞാനിതിൻ്റെ ഇല മാത്രം പറിച്ചിങ്ങനെ എടുത്തിട്ടാണിത് ചെയ്യുന്നത്. തോരൻ വെക്കുക, അല്ലെങ്കിൽ നമ്മളത് പിന്നെ മുരിങ്ങയൊക്കെ താളിക്കണ പോലെ അങ്ങനെ താളിക്കുക, അതല്ലെങ്കിൽ മുട്ട ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തോരൻ വെക്കുക. മുട്ടയും സവാളയൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ പിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ തണ്ടൊക്കെ ഒരുപാട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിച്ചെടുത്തിട്ടില്ല ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, അത് വേരിലെ തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് വീണ്ടും നമുക്ക് നടട്ടോ. ഇതിന്മേൽ വീണ്ടും ഉണ്ടാവും. ഇത് ആവശ്യമുള്ളവരൊക്കെ പിന്നെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നട്ട് പിടിപ്പിക്കാൻ നോക്കുക. നമ്മളെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ വളരെ പഴക്കം ചെന്ന ആൾക്കാർക്കൊക്കെ ആദ്യമൊക്കെ നല്ലോണം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം ഉള്ളവർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാത്തത്. ഇത് പൊതുവെ ഇലക്കറിയും പിന്നെ പച്ചക്കറിനോടൊക്കെ ഇപ്പം നമ്മളെ മക്കൾക്കൊന്നും കൊടുത്തവർക്കൊന്നും വേണ്ട. അവർക്ക് ചിക്കൻ പൊരി ബീഫൊക്കെ തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടറ്റോ. ഇവിടെ മക്കൾക്കൊക്കെ പൊട്ടറ്റോ കൂടുതൽ ഇഷ്ടം, ഇലക്കറി കഴിക്കൂല. അപ്പം ഇനി മുട്ട നല്ലോണം കഴിക്കും, മുട്ടയിലിട്ടിട്ട് കൊടുക്കാമെന്ന് കരുതി.